ഒരു തവണ നിങ്ങൾക്ക് കൂളന്റ് കുറവുണ്ടെങ്കിൽ ഫില്ല് ചെയ്യാം. രണ്ടാമത്തെ തവണ കൂളന്റ് കുറവുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഫില്ല് ചെയ്യില്ല. കാരണം ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ വാഹനത്തിൽ ഒരു കൂളൻ ലീക്ക് ഉണ്ടാവുമെന്ന് സങ്കല്പിക്കുക. അതായത് നമ്മുടെ വാഹനം രാവിലെ നോക്കുന്ന സമയത്ത് ഈ കൂളന്റ് നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ, എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല തുറന്നു നോക്കാൻ. ഇനി അഥവാ നിങ്ങൾ തുറന്നു നോക്കുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് അടച്ചെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം പോകുള്ളൂ. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഈ കൂളന്റ് നല്ല പക്കയായിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ തിരിച്ചൊന്ന് അടയ്ക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ കൂളന്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഇത് ശ്രദ്ധിച്ചോണം. നമ്മൾ അടയ്ക്കുന്ന സമയത്ത് ഈ ലോക്ക് വീണു, ഇനി ലോക്ക് ആകാനില്ല എന്ന് ഉറപ്പിച്ചോണം. കാരണം ഇത് പണി കിട്ടിയിട്ടുള്ള ഒരു കേസാണ്. കാരണം സ്ഥിരം കൂളന്റ് നോക്കുന്ന ഒരു വ്യക്തി എല്ലാ ദിവസവും തുറന്നു നോക്കും, അടയ്ക്കും. എല്ലാ ദിവസവും തുറന്നു നോക്കും, അടയ്ക്കും. എല്ലാ ദിവസവും നോക്കില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി മാസത്തിൽ ഒന്നൊക്കെ നോക്കിയാൽ മതി. അങ്ങനെ നോക്കുന്ന ഒരു വ്യക്തി ഒരു ദിവസം ഇത് ഫുള്ളായിട്ട് അടയ്ക്കാൻ മറന്നു, ടൈറ്റ് ആയില്ല, ഓടുന്ന വഴിക്ക് ക്യാപ്പ് ഊരിപ്പോയി. അങ്ങനെ ക്യാപ്പ് ഊരിപ്പോയതിനു ശേഷം എന്താ സംഭവിച്ചത്? ഫുള്ള് കൂളന്റ് പുറത്തുപോയി, വാഹനം ഓവർ ഹീറ്റ് ആയി. ശ്രദ്ധിച്ചില്ല, വാഹനത്തിന്റെ റെഡ് ലൈറ്റ് വന്നു. അന്നേരെങ്കിലും ഒതുക്കിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതൊരു ഹെഡ് പണിയിലോട്ട് വന്നായിരുന്നു. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ വാഹനത്തിന്റെ കൂളന്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഒരു പെട്രോൾ വാഹനമാണ്. ഇതാണ് ഇതിന്റെ തെർമോസ്റ്റാറ്റ് വരുന്നത്. ഇതിനകത്താണ് തെർമോസ്റ്റാറ്റ് വരുന്നത്. ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയുള്ള ഒരു സെൻസറാണ് ഇവിടെ വരുന്നത്. എന്റെ ചോദ്യം ഇതാണ്, ഇതിലെ രണ്ട് ഹോസ് ഇങ്ങോട്ട് എഞ്ചിൻ ക്യാബിനിലോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് രണ്ട്, കണ്ടോ? ഇത് നേരെ നമ്മുടെ എഞ്ചിൻ ക്യാബിനിലോട്ട്, അതായത് നമ്മുടെ വാഹനത്തിന്റെ ക്യാബിനകത്തോട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ രണ്ട് ഹോസ് അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറ്റർ കോർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനത്തിനകത്ത് ഒരു നിശ്ചിത ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് നമുക്കറിയാം ഓട്ടോ എ സി അല്ലെങ്കിൽ ഹീറ്റഡ് വെന്റിലേറ്റഡ് എയർ കണ്ടീഷൻ ആണ്. ഹീറ്റഡ് വെന്റിലേറ്റഡ്, അതായത് ഹീറ്റ് അകത്തോട്ട് കിട്ടണം. നമ്മൾ ഏകദേശം രാത്രി ഓടിക്കുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടെങ്കിൽ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താ? എ സി ഓഫ് ചെയ്യും. ശരിക്കും അത് ശരിയായ രീതിയാണോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും അത് ശരിയായ രീതിയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ അതിനനുസരിച്ച് സെറ്റ് ചെയ്തിടുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ഒരു അല്പം ചൂടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹോട്ടും കോൾഡ് എയറും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് അല്ലെങ്കിൽ മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും നമ്മുടെ വാഹനത്തിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഹീറ്റർ കോർ പോകുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇതൊന്നുമല്ല, നമ്മുടെ വാഹനത്തിന്റെ കൂളന്റ് കുറയുകയാണെങ്കിൽ നമുക്ക് എവിടെയൊക്കെ നമുക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ എവിടെയൊക്കെ ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്? നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഹോസുകൾ, ഈ ഹോസ് തൊട്ട് നമുക്ക് തുടങ്ങാം. ഈ ഹോസിന് പ്രശ്നം ഉണ്ടെങ്കിൽ, റേഡിയേറ്ററിന് പ്രശ്നം ഉണ്ടെങ്കിൽ, അതായത് ഇതിപ്പോ റേഡിയേറ്ററിന്റെ ഫില്ലിങ് ഹോസ് ആണ് വരുന്നത്, അതായത് ഇതിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇതിന്റെ താഴെ വരുന്ന റേഡിയേറ്ററിന് പ്രശ്നം ഉണ്ടെങ്കിൽ, റിസർവ് ടാങ്കിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും വരാം. ഇനി ഈ പറഞ്ഞ ഹോസുകൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ, തെർമോസ്റ്റാറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഹോസുകൾ ഇതിനകത്ത് വരുന്ന യൂണിറ്റ്, അവിടെയാണ് ഏറ്റവും വലിയ കളി നടക്കുന്നത്. ഇത്രയും പോർഷനിൽ എവിടെ ലീക്ക് വന്നാലും നമ്മൾ അറിയും. എന്നാൽ ഇതിനകത്ത്, അതായത് നമ്മുടെ ക്യാബിനകത്ത് ലീക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. കാരണം എന്താണെന്നറിയോ? നമ്മൾ കംഫോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല മാറ്റ് ഇടും, മാറ്റിന്റെ പുറത്ത് വിനയൽ മാറ്റ് ഒട്ടിക്കും. ഈ വിനയൽ മാറ്റ് ഒട്ടിച്ച് കഴിയുമ്പോൾ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ അടിയിലോട്ട്, അതായത് വിനയൽ മാറ്റ് ഇങ്ങനെ കയറി നിൽക്കുന്നു, ഇതിന്റെ ഇടയ്ക്കൂടെയാണ് ഈ കൂളന്റ് ലീക്ക് ആവുന്നതെങ്കിൽ നമ്മൾ അറിയത്തില്ല. അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. പലർക്കും ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. ഇതിലേ ലീക്കായി പോകും. ഇത് നമ്മുടെ സീറ്റിന്റെയൊക്കെ അടിഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറിലോട്ട് ഈ കൂളന്റ് വീണ് കിടക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കത്തില്ല. കൂളന്റ് കുറയുന്നതിനനുസരിച്ച് നമ്മളിത് ഫില്ല് ചെയ്യും. ഒരു തവണ നിങ്ങൾക്ക് കൂളന്റ് കുറവുണ്ടെങ്കിൽ ഫില്ല് ചെയ്യാം. രണ്ടാമത്തെ തവണ കൂളന്റ് കുറവുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഫില്ല് ചെയ്യില്ല. കാരണം അങ്ങനെ രണ്ടാമത്തെ തവണ കൂളന്റ് കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, ലീക്ക് ഇല്ലാതെ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൽ കൂളന്റ് കുറയത്തില്ല. അതുകൊണ്ട് ലീക്ക് ഉണ്ടോ എന്ന് കൺഫേം ആക്കുക. ലീക്ക് ഈ ഭാഗത്തെല്ലാം നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വാഹനത്തിനകത്ത് ആ സാധനം, അതായത് ഹീറ്റർ കോർ എന്ന് പറയുന്ന യൂണിറ്റിന് ലീക്ക് ഉണ്ടോ എന്ന് കൺഫേം ആക്കുക. ഇനി അവിടെ ഹീറ്റർ കോറിന് ലീക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ക്ലിയർ ചെയ്തോണം, അല്ലെങ്കിൽ പണി കിട്ടും. ഇൻ കേസ് അവിടെ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ, ഹീറ്റർ കോർ അഴിച്ചു നോക്കിയിട്ട് എവിടെ നിന്നാണ് ലീക്ക്. ഇനി ഹീറ്റർ കോറിന് ലീക്ക് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഹീറ്റർ കോർ മാറി വിട്ടോണം. ഇനി എന്തെങ്കിലും രീതിക്ക് സാമ്പത്തിക മടുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതിലൊരു ഹോസ്, ഈ രണ്ട് ഹോസും ഡിസ്കണക്ട് ചെയ്തിട്ട് ഇതൊന്ന് ബൈപ്പാസ് ചെയ്ത് കൊടുക്കാം. അതായത് ഇങ്ങനെ ഒരു ബൈപ്പാസ് ഇട്ട് തൽക്കാലം കൊടുക്കാം. അതായത് ജസ്റ്റ് തൽക്കാലത്തേക്ക് മാത്രം അങ്ങനെ കൊടുക്കാം. അങ്ങനെ കൊടുത്തതിന് ശേഷം സാമ്പത്തികം ആവുന്നതിനനുസരിച്ച് ഉറപ്പായിട്ടും ആ ഹീറ്റർ കോർ മാറി വിടുക. അല്ലാത്ത പക്ഷം പിന്നെയും കൂളന്റ് ലീക്ക് വന്നോണ്ടിരിക്കും.